ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാവിൻ്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ നിങ്ങളെല്ലാവരും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ. ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാനുണ്ട്. 2026 മുതൽ നമ്മുടെ ധ്യാനത്തിൻ്റെ പേരും നമ്മുടെ മിനിസ്ട്രിയുടെ പേരും മാറുകയാണ്. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ മിനിസ്ട്രിയുടെ പേര്, പുതിയ മിനിസ്ട്രിയുടെ പേര് ദാനിയേൽ മിഷൻ മിനിസ്ട്രി എന്നായിരിക്കും. നമ്മുടെ ധ്യാനത്തിൻ്റെ പേര് ജീവാഗ്നി അഭിഷേക ധ്യാനം. അപ്പം ഈ ധ്യാനത്തിലേക്ക് നിങ്ങളെ മുൻകൂട്ടി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഈ മിനിസ്ട്രിക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യണം. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേരുകളെല്ലാം നമ്മൾ മാറും. ചാനൽ ഇപ്പോൾ നമ്മുടെ താബോർ എന്നുള്ളതാണ്. അത് മാറ്റി ദാനിയേൽ മിഷൻ മിനിസ്ട്രി എന്നുള്ള രീതിയിൽ നമ്മുടെ ചാനലിൻ്റെ പേരുകൾ മാറുകയും ചെയ്യണം. അപ്പോൾ നിങ്ങളെല്ലാവരും ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. അമ്മ എന്ന ചേച്ചിക്ക് എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നതിന് വേണ്ടി, അമ്മയുടെ കുടുംബത്തിന് സാമ്പത്തികമായ ഒരു അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി, അനിൽ എന്ന മകന് നല്ല ജീവിതാന്തസ് ഉണ്ടാകുന്നതിന് വേണ്ടി, അതുപോലെ അബി അവൻ്റെ ഒരു ബിസിനസ് പുരോഗതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ 4 പേരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളാണ് നമ്മൾ ഇന്ന് സമർപ്പിക്കുന്നത്. സ്നേഹ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചോളണം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം ന്യായാധിപൻ്റെ പുസ്തകം 6-ാം അധ്യായം 16-ാം തിരുവചനം. കർത്താവ് അവനോട് പറഞ്ഞു, ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും, ഒറ്റയാളെന്ന പോലെ മിദ്യാൻകാരെ നീ നിഗ്രഹിക്കും. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. വചനം പറയാണ്, കർത്താവ് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, ഒറ്റയാളെന്ന പോലെ, ഒരാളെ പോലും അവശേഷിക്കാതെ അവരെ എല്ലാവരെയും നീ നിഗ്രഹിക്കുമെന്ന് പറയുക. ആരോടാ ഇത് പറയണത്? ഗിദെയോനാണ് പറയണത് അല്ലെ. ഗിദെയോൻ മിദ്യാൻകാരെ പേടിച്ച് മറഞ്ഞിരിക്കുന്നിടത്തേക്കാണ് കർത്താവിൻ്റെ ദൂതൻ കടന്നു ചെല്ലുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇതുപോലെ ചില കാര്യങ്ങളെ പ്രതി നമ്മൾ ഭയന്നിരിക്കുമ്പോൾ ഓർക്കണം, കർത്താവ് നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് നമുക്കുണ്ടാകണം. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലേക്കും ഭയത്തിൽ നിന്ന്, നിരാശയിൽ നിന്ന്, കുറ്റബോധത്തിൽ നിന്നൊക്കെ എല്ലാം വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും മക്കൾ ഭയപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വചനത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപകൾ അവർക്കായി തുറക്കപ്പെടട്ടെ, അനുഗ്രഹം അവർക്കായി പെയ്തിറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തടസ്സങ്ങളും